നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ശ്രദ്ധ ഇപ്പോൾ മലപ്പുറത്ത് യാദൃശ്ചികമായി വന്ന ഉപതെരഞ്ഞെടുപ്പിലാണ്. വേനൽ ചൂടിനെ പോലും വകവയ്ക്കാതെ ഓരോ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിന്റെ ഇടവും വലവും ഓടുകയാണ്. 3 സ്ഥാനാർത്ഥികളുടെയും ഒരു ദിവസത്തെ പ്രചാരണത്തിനൊപ്പം ഞങ്ങളും ചേരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയല്ലാതെ മറ്റൊരു കരുത്തനായ സ്ഥാനാർത്ഥിയെ UDFന് മലപ്പുറത്ത് നിർത്താനില്ല. പാർട്ടിയുടെ കെട്ടുറപ്പ് പോലെ തന്നെ വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ. സ്ഥാനാർത്ഥിയുടെ ഒരു ദിവസത്തിനൊപ്പം നമുക്കും സഞ്ചരിക്കാം. പ്രചാരണത്തിന് മുൻപ് പല ആവശ്യങ്ങളുമായി വീട്ടിലെത്തുന്നവർക്ക് രാവിലെ കുറച്ചു സമയം. UDF സ്ഥാനാർത്ഥി വളരെ നേരത്തെ തന്നെ പ്രചാരണ പ്രവർത്തനത്തിനായി ഇറങ്ങി. ഇപ്പോൾ വേങ്ങരയിലെ പ്രചരണ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്ന് എത്ര കേന്ദ്രങ്ങളുണ്ട്? നിരവധിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മളിവിടെ കുണ്ടോട്ടി അല്ലേ, കുണ്ടോട്ടി 40 കേന്ദ്രമുണ്ട്. 40 കേന്ദ്രങ്ങൾ. ഗാന്ധികുന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യ പ്രചരണ കേന്ദ്രം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വലിയ സ്വീകരണമാണ് UDF സ്ഥാനാർത്ഥിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം വോട്ട് കിട്ടുന്നു. ഫാസിസത്തിനെതിരെയുള്ള ഒറ്റകക്ഷിയാകാൻ ആഹ്വാനം ചെയ്ത് കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ടഭ്യർത്ഥന. വേങ്ങരക്കാർക്ക് കുഞ്ഞാലിക്കുട്ടി ആവേശമാണ്. ഈ ആവേശം വോട്ടിംഗ് നിലയിൽ മാറ്റമുണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നമ്മുടെ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ അതിൻ്റെ മുറക്ക് നടക്കും. MP എന്നുള്ള നിലയിൽ ഞാൻ കൂടുതൽ ശക്തമായി നടത്തും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാൻ. വിപുലമായ പരിപാടികൾ എല്ലായിടങ്ങളിലും താഴെക്കിടയിലേക്കും എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് പ്രചരണം? പ്രചരണം വളരെ നന്നായിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. വലിയ ആവേശത്തിലാണ് പ്രവർത്തകന്മാരൊക്കെ. ഇടക്ക് വന്ന പല തിരിച്ചടികളുമൊക്കെ LDFൻ്റെ പ്രവർത്തകന്മാർക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. UDFൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരുമൊക്കെ ഓരോ വിഷയങ്ങൾ പ്രചരണം ആക്കുമ്പോൾ നമ്മുടെ ഇലക്ഷൻ വർക്ക് കൂടുതൽ ഊർജിതമാവുകയാണ്. കാരണം എല്ലാ സംസ്ഥാന നേതാക്കന്മാരും ബാക്കിയുള്ളവരൊക്കെ വന്നു. ഇപ്പോൾ അതിൻ്റെ ഹൈ വോൾട്ടേജിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഇത്രയും അനുകൂലമായൊരു ഘട്ടം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഭരണപക്ഷത്തിനെതിരെ എല്ലായ്പ്പോഴും ആരായിരുന്നാലും സ്വാഭാവികമായിട്ട് പ്രതിരോധത്തിലേക്കൊരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ പോലും നിരവധി ആരോപണങ്ങൾ വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങൾ ചെല്ലുമ്പോൾ ആളുകൾ പരാതി പറയുന്ന ഒരു സാഹചര്യം അല്ല ഉണ്ട്. ആളുകൾക്ക് ജീവിതം ദുസ്സഹമാണ് ഈ ഒരു കൊല്ലമായിട്ട്. ഇപ്പോൾ നമ്മളുള്ളത് വേങ്ങര അസംബ്ലി മണ്ഡലത്തിലാണ്. ഇവിടെയൊക്കെ ആളുകൾ ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ നമ്മൾ കൊണ്ടുപോവുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുത്ത് ഇപ്പോൾ എല്ലാം വലിയ താമസമാണ്. അതുപോലെ തന്നെ റേഷൻ കാർഡ് കുഴപ്പത്തിലായിരിക്കുകയാണ്. എന്തൊക്കെയോ ഒരു പരിഷ്കാരം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളുകൾക്ക് വലിയ അങ്കലാപ്പാണ്. പിണറായി വിജയൻ എല്ലാം കൂടെ ഒരു കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു മുഖ്യമന്ത്രി എന്നുള്ള അഭിപ്രായമുണ്ടോ? അല്ല, ഇപ്പോൾ അങ്ങനെ വ്യക്തിപരമായി ഒരു കൺക്ലൂഷനിൽ എത്തണ്ട, അത് അവർ നോക്കട്ടെ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു കൊല്ലത്തെ പെർഫോമൻസ് തീരെ ഗുണമില്ല. ഇനി അതുണ്ടായിട്ട് വേണം. ഇതുവരെയുള്ളത്
ഒരു ആവറേജ് പോലും എത്തിയിട്ടില്ല. ഇപ്പോൾ ദേശീയ സ്ഥലത്തേക്ക് ദേശീയ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇനി പിന്നെ AICC അധ്യക്ഷനായിട്ട് രാഹുൽ ഗാന്ധി വരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, കോൺഗ്രസ് അല്ലേ ഉള്ളൂ. BJP പോയാൽ കോൺഗ്രസ് അല്ലേ ഉള്ളൂ. അവർ മാറ്റം വരുത്തിയേ തീരുള്ളൂ. അല്ലെങ്കിൽ BJP സ്ഥിരമായിട്ട് അവിടെ ഇരുന്ന് കളയും. അതിനെതിരായി പ്രവർത്തിക്കാൻ തന്നെയാണ് ഞാനും ഒരുങ്ങി. ദേശീയ രാഷ്ട്രീയത്തിൽ മോഡിയുടെ ശൈലി ഒരു ഷോമാൻ, അതാണ്. കോൺഗ്രസിലെ എല്ലാ സംസ്ഥാന നേതാക്കളും മിക്ക ദിവസങ്ങളിലും ഇവിടെയുണ്ട്, മണ്ഡലത്തിലുണ്ട്. അത്രയും തീ പിടിച്ച പ്രചാരണം എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ ലീഗിനേക്കാളും മുൻകൈയെടുത്ത് പ്രചാരണത്തിന് രംഗത്ത് കോൺഗ്രസ്. അല്ല, അവർക്കാണല്ലോ സ്റ്റേക്ക്. അതായത് BJP വേണ്ടെന്ന് ഇന്ത്യൻ ജനത തീരുമാനിച്ചാൽ അവർ വേണം എന്ന് വെക്കുന്നത് കോൺഗ്രസോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയോ ആയിരിക്കും. CPI പോലും കോൺഗ്രസിനായിട്ട് കൂടണമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ നാച്ചുറലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ ഇൻട്രസ്റ്റ് എടുക്കണം. പിന്നെ UDF ആണ് അതിൻ്റെ നിലക്ക്. അതുപോലെ വ്യക്തിപരമായി എന്നോട് അവർക്കൊക്കെ വളരെ താല്പര്യമുണ്ട്. ഇപ്പോൾ K മാണി ഇവിടെ വന്നില്ലേ, ഇതൊക്കെ ഘടകങ്ങളാണ്. ഇതോടെ വലിയൊരു ഗുണമുണ്ടായി. മലപ്പുറത്ത് ചെറിയ തോതിലെങ്കിലും ഉണ്ടായിരുന്ന UDFലെ പ്രശ്നങ്ങൾക്കൊരു അറുതിയുണ്ടായി. മലപ്പുറത്തുള്ളത് പൂർണ്ണമായിട്ട് തീർന്നു എന്ന് തന്നെ പറയാം. എന്നട്ടാരെ കോണിക്കായി വോട്ടുകൾ ചെയ്യൂ, കുഞ്ഞാരി കുട്ടിക്കായി വോട്ടുകൾ ചെയ്യൂ. പൊന്നായി മിന്നുന്ന മലപ്പുറം മണ്ഡലം UDFന്റെ മായാ നക്ഷത്ര കോട്ടയായി മാറ്റാമെടാ. എന്നട്ടാരെ കോണിക്കായി വോട്ടുകൾ ചെയ്യൂ, UDF സാരഥിക്കായി വോട്ടുകൾ ചെയ്യൂ.